JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ശനി 8-ാം ഭാവത്തിൽ നിന്നാൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അർശോരോഗം അത് ഉണ്ടാകും, വൃത്തികെട്ട് നടന്നിടും, ദാരിദ്ര്യ ദുഃഖമുണ്ടാകും, ഭക്ഷണപ്രിയനായി വരും, വജ്രത്തിന് സമം ബുദ്ധി, മിത്രദോഷം പെരുത്തിടും, 8-ാം ഭാവത്തിൽ സൂര്യപുത്രൻ ചെന്നു നിൽക്കുകയും. ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഏകദേശം ഒരു രൂപം പിടികിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, സാധാരണഗതിയിൽ 8-ാം ഭാവം നമ്മളെല്ലാവരും ഈ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെടുന്നവരെല്ലാം ചിന്തിക്കുന്നത് അഷ്ടമം ആയുർ സ്ഥാനം എന്നുള്ള ഒരു നിലയ്ക്കാണ്. അപ്പോൾ ആ ഒരു നിലയിൽ പരിശോധിക്കുമ്പോൾ 8-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരികയാണെങ്കിൽ ആയുർദോഷം സംഭവിക്കും എന്നുള്ളതും സംഭവിക്കില്ലേ എന്നുള്ളതും ഒക്കെ ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 8-ാം ഭാവം ശനിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു എന്നുള്ള ഒരു വിഷയം ഇവിടെ നമ്മൾ ചിന്തിക്കുക. 8-ാം ഭാവം ആയുർഭാവമാണ്, ആയുസ്സിനെ കൊല്ലുന്ന ഭാവം അല്ലെങ്കിൽ ആയുസ്സിനെ ഹനിക്കുന്ന ഭാവം. ശനി അതിൻ്റെ കാരകനാണ്, നാശസ്ഥാനത്തിൻ്റെ കാരകൻ. ആയുസ്സിനെ നശിപ്പിക്കുന്ന 8-ാം ഭാവത്തിൻ്റെ നാശത്തെ നാശകാരകനായ ശനി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാശത്തെ നശിപ്പിക്കുമ്പോൾ ആ ഭാവത്തിന് നാശം വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 8-ലെ ശനി, ചുരുക്കം ഇത്രയേ ഉള്ളൂ, 8-ലെ ശനി ആയുർദോഷം ഉണ്ടാക്കുന്നതല്ല, ദീർഘായുസിനെ തരുന്നതാണ് എന്ന് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ ഈ ശനി ക്ഷേത്രബലത്തോടും അതുപോലെ തന്നെ ശുഭന്മാരായ വ്യാഴ ശുക്രബുധൻ, ഇതാണല്ലോ നമ്മൾ സാധാരണ ശുഭന്മാരെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരുടെ യോഗദൃഷ്ടിയോടുമൊക്കെ കൂടി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ആ ശനി ഒന്നുകിൽ ശനിയുടെ ക്ഷേത്രത്തിലായിരിക്കണം, മകരത്തിലോ കുംഭത്തിലോ ആയിരിക്കണം, കുംഭം മൂലക്ഷേത്രമാണ്, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായിരിക്കണം, അത് ധനുവും മീനവുമാണ്, അതുമല്ലെങ്കിൽ അതിൻ്റെ ഉച്ചരാശിയായ തുലാൻ രാശിയിൽ വരണം. എന്ന് പറഞ്ഞാൽ ശനിക്ക് കുറേ ആധിപത്യവും ഗുണവും ബലവും ഒക്കെ ഉള്ള രാശിയിൽ വരുമ്പോൾ അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ശനി നൽകും എന്നുള്ളതാണ്. പിന്നെ ഗുളികയോഗം, പാപയോഗ ദൃഷ്ടി. ഈ ഗുളികയോഗം പറഞ്ഞത് എൻ്റെ കാരണം, ശനിയും ഗുളികനുമായിട്ട് ഒരു ബന്ധം വന്നാൽ ഗുളികൻ്റെ ആ ശക്തിക്ക് തീവ്രത കൂടുന്നു എന്ന് ചില സൂചനകളുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഗുളികയോഗം, പാവയോഗ ദൃഷ്ടി, നീചമൗഢ്യ ശത്രുക്ഷേത്ര സ്ഥിതി മുതലായവയൊക്കെ ഉണ്ടെങ്കിൽ, ശനി ദോഷവാനാണെങ്കിലോ എന്ന് പറയുമ്പം ഇഷ്ടഭാവത്തിലല്ല എങ്കിൽ രോഗലക്ഷണവും എന്ന് പറയുമ്പോൾ അഷ്ടമമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിത്യരോഗി എന്ന് വേണമെങ്കിലും പറയാം. കാരണം ശനിയുടെ പ്രധാനമായ രോഗവിഷയം വാദസംബന്ധമായ കാര്യങ്ങളിലാണ് പ്രാധാന്യം കൂടുതൽ വരുന്നത്. അത് പിള്ളവാദം, വാമവാദം, സന്ധിവാദം, ഇങ്ങനെ ഏത് വിധത്തിലുള്ള വാദരോഗമായാലും അതെല്ലാം ശനിയുടെ കീഴിൽ വരുന്നതാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. പിന്നെ പല്ല്, നഖം, അതുപോലെ മുടിയെ, ചർമ്മം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വേറെ ഉണ്ട് താനും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി കുറയുക, അതും ഇതിൻ്റെ ഒരു വിഷയമാണ്. അംഗവൈകല്യം സംഭവിക്കുക, ശനിയെ സംബന്ധിച്ച് മുടന്തനെന്നും പങ്കുവാതകനെന്നും അതുപോലെ തന്നെ കാലിന് സ്വാധീനക്കുറവുള്ളവരെന്നുമൊക്കെ നമ്മൾ സാധാരണ വിളിക്കുമ്പോൾ അംഗവൈകല്യത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാധീനക്കുറവിനെയോ കാഴ്ചശക്തിയുടെ കുറവിനെയോ അർശസ്, ഈ വാദസംബന്ധമായി പറഞ്ഞു മാത്രമല്ല, അർശസും ഇത് ഈ ശനിയുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണെന്നുള്ളത്.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥകളെല്ലാം തന്നെ ആ വ്യക്തിയെ ശരിക്കും ബുദ്ധിമുട്ടിക്കും, കഷ്ടപ്പെടുത്തും എന്നൊക്കെയുള്ളതാണ്. കാരണം ഒരു ചെറിയ അസുഖമായാലും അത് അസ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ചില അവസരങ്ങളിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ 8ാം ഭാവാധിപൻ അഷ്ടമാധിപൻ ഇനി 6ലോ 12ലോ 8ലോ അങ്ങനെ വരുമല്ലോ. അഷ്ടമാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നതും അഷ്ടമാധിപൻ 6ൽ നിൽക്കുന്നതും അഷ്ടമാധിപൻ 12ൽ നിൽക്കുന്നു, അങ്ങനെയൊക്കെ വരാമല്ലോ. അപ്പോൾ 6 to 12ാം ഭാവം, ഇപ്പോൾ ഭാവാധിപൻ ഭാവത്തിൽ തന്നെ നിൽക്കുന്നത് മോശമാണ് എന്ന് നമുക്ക് ഒരു ഭാവത്തിൻ്റെയും പറയാൻ പറ്റത്തില്ല. ഏത് ഭാവാധിപനായാലും ആ ഭാവത്തിൽ നിൽക്കുന്നതിന് ബലമുണ്ട് തന്നെ. എന്നാൽ ഇവിടെ 6, 8, 12 എന്നിങ്ങനെയുള്ള രാശികളിൽ വരുന്ന ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അഷ്ടമാധിപൻ 6ൽ നിൽക്കുക അല്ലെങ്കിൽ 12ൽ നിൽക്കുക. ഇതിനെ വിപരീത രാജയോഗം എന്നും പരിവർത്തന യോഗം എന്നുമൊക്കെ സാധാരണഗതി പറയും. അപ്പോൾ അത് അത്ര വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ അഷ്ടമത്തിലെ ശനി ഒരു തരത്തിൽ കർമ്മദോഷത്തെ ഉണ്ടാക്കുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ പാരയാകുന്ന ഒരു പണിയായിട്ടാണ് കലാശിക്കാറുള്ളത്. ഉദ്ദേശം നല്ലതായാൽ പോലും അതവരെ തിരിഞ്ഞു കടിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം അവരുടെ കൂട്ടുകെട്ട് തന്നെയാണ്, അതായത് സഹവാസം. വിശ്വാസം രക്ഷിക്കും എന്ന് പറയാറുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇവരുടെ വിശ്വാസം പലപ്പോഴും വഞ്ചനയാണ്. എന്ന് പറഞ്ഞാൽ ആരെയാണോ കൂടുതൽ വിശ്വസിച്ച് ആരുടെ കൂടെയാണോ നിൽക്കും എന്ന് വിചാരിക്കുന്നത് അവർ തന്നെ തിരിച്ച് നമുക്കിട്ട് പാരപണിയും. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസം രക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇവരുടെ വിശ്വാസം പലപ്പോഴും ഇവരെ രക്ഷിക്കാറില്ല എന്ന് പറഞ്ഞത്. 8ാം ഭാവം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദീർഘമംഗല്യ സ്ഥാനം എന്ന് പറയാറുണ്ട്. അഷ്ടമം അത് പുരുഷന്മാരെ സംബന്ധിച്ച് ആയുർസ്ഥാനം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്നത് ദീർഘമംഗല്യമാണ്. അതായത് മംഗല്യവതിയായ ഒരു സ്ത്രീ എത്ര കാലം ഭർത്താവുമൊത്ത് ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്നതാണ് ദീർഘമംഗല്യം. അപ്പോൾ ശനി എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധം ജീവിതാവസാനം വരെ നിലനിൽക്കുന്നതാണെങ്കിൽ പോലും പലപ്പോഴും ഭാര്യ ചിന്തിക്കുന്നത് ഒരു കല്യാണമേ വേണ്ടായിരുന്നു, എന്തൊരു സുഖമായിരുന്നു ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ എന്ന് പറയുമ്പം വിവാഹമേ കഴിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ അനുഭവത്തിൽ നിന്നും അവർ പറയുന്ന ഒരു കാര്യമായി വേണം കണക്കാക്കാൻ. ശനി മോശം രാശിയിലാണെങ്കിൽ അലസതയും കള്ളത്തരവും അസൂയയും വൃത്തിയില്ലാത്ത വേഷവും പെരുമാറ്റവും അതുപോലെ തന്നെ സംസാര രീതിയും പൊതുവെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു രീതി അല്ലതായിരുന്നു. മറിച്ച് ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ നേരത്തെ പറയുന്നത് പോലെ ശനിയുടെ രാശിയായ മകരത്തിലോ കുംഭത്തിലോ ശനി നിൽക്കുക, അല്ലെങ്കിൽ ധനു മീനം വ്യാഴത്തിൻ്റെ രാശി നിൽക്കുക, അല്ലെങ്കിൽ തുലാൻ രാശിയിലൊക്കെ നിൽക്കുക. അങ്ങനെ നല്ല രാശികളിൽ നിൽക്കുകയും അത് ഇഷ്ടഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോഗത്തോടുകൂടി ശുഭന്മാരുടെ ദൃഷ്ടിയോഗത്തോടു കൂടിയൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ശനിയെ സംബന്ധിച്ച് മുമ്പേ പറഞ്ഞ പോലൊന്നുമല്ല, വളരെയേറെ നല്ല ഗുണങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യും. മകരം കുംഭം തുലാം ഈ രാശിയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ നല്ല കുടുംബജീവിതമൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഭർത്താവ്, ധനം, ഉദ്യോഗം, പദവി തുടങ്ങി ഏതെങ്കിലും നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. ഒന്നുകിൽ ധനപരമായി കഴിവ് കാണും, അല്ലെങ്കിൽ ഉദ്യോഗം കാണും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഭാര്യയായിരിക്കുന്നവർക്ക് അഭിമാനത്തോടുകൂടി പറയാം ഇതെൻ്റെ ഭർത്താവാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ശനി നല്ല അവസ്ഥയിലാണെങ്കിൽ ഉണ്ടായിരിക്കും. അവരുടെ ജീവിതമൊന്നും ഇതുപോലെ അത്ര വലിയ മോശമായിട്ട് വരത്തൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യും. 8ാം ഭാവാധിപൻ 12 നിൽക്കുക, മുമ്പേ പറഞ്ഞതുപോലെ 12ാം ഭാവാധിപൻ 8ൽ നിൽക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിൽക്കുന്നതിന് പരിവർത്തനം ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ വിപരീത രാജയോഗത്തിൽ നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നത് ശനിയും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്,
അഷ്ടമത്തിലെ ശനി മോശക്കാരനാണ്, നമുക്ക് അനുകൂലമായ സ്ഥാനത്തല്ല, ദുസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം മേടത്തിൽ നിൽക്കുന്ന ശനി, നമുക്ക് ആ ശനിയെ കൊണ്ട് ഒരുപാട് ഉപകാരമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥാനത്താണ് അഷ്ടമത്തിലെ ശനി നിൽക്കുന്നതെങ്കിൽ ആരോഗ്യ സംബന്ധമായും അതുപോലെ തന്നെ ജീവിതത്തിൽ പലവിധ വിഷയങ്ങളുമായി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. നല്ല ഭാവത്തിലാണെങ്കിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് അഷ്ടമത്തിലെ ശനിയുടെ അവസ്ഥ. ഈ വീഡിയോ അഷ്ടമത്തിലെ ശനി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ശനി എവിടെയാണ് എന്നറിയാനും അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നൊക്കെ പഠിക്കാനും അറിയാനും അത് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ഭാവവും പ്രത്യേകമായിട്ട് പറഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.